exercise 5.1 ചെയ്യാൻ പോവാണ്. സെക്കൻഡ് ക്വസ്റ്റിനകത്ത് 5 പാർട്സ് ഉണ്ട് ആക്ച്വലി ഇൻ ടോട്ടൽ, ബട്ട് എല്ലാം ചെയ്യുന്ന സെയിം മോഡൽ തന്നെ. സോ ഐ തോട്ട് ഓഫ് പിക്കിംഗ് അപ്പ് 3 ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള വെച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 എണ്ണം ചെയ്യിപ്പിക്കാം. ബാക്കിയെല്ലാം സെയിം മെത്തേഡ് തന്നെ, ബാക്കി 2 ക്വസ്റ്റ്യൻ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എ പി എന്താണെന്ന് എഴുതണം. സിമ്പിളാണ്, നമ്മൾ എ പിയുടെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് ടേം എ ഈക്വൽ ടു 10 തന്നേക്കുക. സോ നമ്മളുടെ എ പിയുടെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? 10. ഇനി കോമൺ ഡിഫറൻസ് 10 ആണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേമിൻ്റെ കൂടെ നമുക്ക് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ തേർഡ് ടേം കിട്ടും. അപ്പം 10ൻ്റെ കൂടെ ഞാൻ 10 ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 20. 20യുടെ കൂടെ എനിക്ക് 10 ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 30. 30യുടെ കൂടെ എനിക്ക് 10 ആഡ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 40. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഫസ്റ്റ് 4 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ അത് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നു. സോ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ പി 10, 20, 30, 40 ഈ ഒരു മോഡലിലാണ് നമ്മൾ എല്ലാം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ഫസ്റ്റ് ടേം തന്നേക്കുന്നത് -2 ആൻഡ് കോമൺ ഡിഫറൻസ് തന്നേക്കുന്നത് 0. സോ നിങ്ങൾക്ക് ഇതെങ്ങനെ ഇപ്പം ചെയ്യും? ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് തന്നെ സെയിം പ്രൊസീജിയർ. നമ്മൾ -2ൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടും. അതിൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും -2, പിന്നെയും -2. അപ്പോൾ ഫസ്റ്റ് 4 ടേംസ് ഇത് തന്നെ, ഇതൊരു കോൺസ്റ്റന്റ് ടേംസ് ഉള്ള എ പി. ഇനി ഫിഫ്ത്ത് വൺ വി ആർ ഡൂയിങ് ദ ഫിഫ്ത്ത് വൺ. അതിനകത്ത് എ പി എ തന്നേക്കുന്നത് -1.25, ഡി തന്നേക്കുന്നത് -0.25. എന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഫസ്റ്റ് ടേം -2.5ൻ്റെ കൂടെ നമ്മൾ -0.25 ആഡ് ചെയ്യണം. 5, 5, 10, 5, 1. സോ വി ഗെറ്റ് -1.50. അപ്പം നമ്മുടെ സെക്കൻഡ് ടേം എഴുതും -1.50. തേർഡ് ടേം ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? -1.50യുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം -0.25. Again we get 5, 7, 1. So this is -1.75. ഇനി ഫോർത്ത് ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? -1.75ൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? -0.25. So we get 10, 9, 10, again 1, 2. So we get -2.00. So ഇതാണ്, ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് നമ്മളുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ ദാറ്റ് വാസ് വെരി ഈസി ആൻഡ് ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3-നകത്ത് അവർ എ പി തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇതിനകത്തും 4-5 പാർട്സ് ഉണ്ട്. ഞാൻ അതിനകത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഏതിനകത്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ബോക്സിനകത്ത് ഇടണം, നമ്മളത് അതിനകത്ത് റിപ്ലൈ ചെയ്യും. സോ ദ ഫസ്റ്റ് പാർട്ട് ഇസ് 3, 1, -1, -3. സോ ഇതിൻ്റെ ഫസ്റ്റ് ടേം എ എന്താണ്? 3 അല്ലേ? ഇനി ഡി എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു എ പി ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഡി എല്ലായിടത്തും സെയിം ആയിരിക്കും. നമുക്ക് അതുകൊണ്ട് എല്ലാ കേസും ചെയ്യേണ്ട. നമ്മൾ അതുകൊണ്ട് സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ടേം തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് 1 - 3 നമുക്ക് എന്ത് കിട്ടും? -2. സോ ഇതിൻ്റെ ഡി -2. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പാർട്ട്. ഇനി ഫോർത്ത് പാർട്ടും സെയിം രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എയും ഡിയും കണ്ടുപിടിക്കാം. നമ്മളുടെ ഫസ്റ്റ് ടേം എന്താ? എ എന്താ? 0.6. ഇനി ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാൻ നമുക്ക് സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ടേമോ തേർഡ് ആൻഡ് സെക്കൻഡ് ടേമോ ഏത് ടേം വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. ഞാനിപ്പോൾ സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് സെലക്ട് ചെയ്യും. അപ്പം 1.7 - 0.6 നമുക്ക് എന്ത് കിട്ടും? 1.1 കിട്ടും. സോ വി ഗെറ്റ് ഡി ആസ് 1.1. സോ ദിസ് ഇസ് ഹൗ യു സോൾവ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ 4-നകത്ത് ഇങ്ങനെ തന്നെ ഇതിന് ഒരു 15 പാർട്സ് ഉണ്ട്. സോ അതിനകത്ത് ഏറ്റവും ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള 8 പാർട്സ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഇത് അടുത്ത 4 അടുത്ത സെക്ഷനിൽ.
അപ്പം ഈ ക്വസ്റ്റ്യൻസിനകത്ത് ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം ഇത് ഈ തന്നേക്കുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് AP ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് AP ആണെങ്കിൽ നമ്മൾ ഇനി ഇതിന്റെ 3 more ടേംസും കൂടെ ഫൈൻഡ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് ഒന്നും കൂടെ കൺഫേം ചെയ്യട്ടെ. യെസ്, right, which of the following are APs? If they form an AP, find the common difference D and write 3 more terms. അപ്പോൾ നമ്മൾ ഈ എല്ലാ ക്വസ്റ്റിനകത്തും ഇത് AP ആണോ അല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം, D കണ്ടുപിടിക്കണം, AP ആണെങ്കിൽ D കണ്ടുപിടിക്കണം, ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിന് 3 more terms നമ്മൾ എഴുതണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, AP ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ മേല. അതുകൊണ്ട് ഇവർ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എല്ലാ ടേംസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് D1, D2, DT, D3 ഇത് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. കാരണം നമുക്ക് അറിയാൻ മേല എപ്പോഴാണ് ഇച്ചിരി ഡിഫറൻസ് വരുന്നത്. ചിലപ്പോൾ ആദ്യത്തെ രണ്ടിനും കണ്ടുപിടിക്കുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷേ മൂന്നാമത്തെ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് AP അല്ലാതെ ആകുമല്ലോ. സോ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അവർ തന്നേക്കുന്ന എല്ലാ ടേംസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. സോ ഇതിനകത്ത് നമുക്ക് D1 എത്ര കിട്ടും? 4 - 2 which is equal to 2. അടുത്ത D2 എത്ര കിട്ടും? 8 - 4 which is equal to 4. അടുത്ത D3 എത്രയാണ്? 16 - 8 which is equal to 8. സോ ഇവിടെ തന്നെ നോക്കൂ, നമുക്ക് 2ഉം 4ഉം സെയിം അല്ല, 4ഉം 8ഉം സെയിം അല്ല. നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് ആൻ AP, നോട്ട് ആൻ AP. സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ പാർട്സിനും ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് നോക്കാമേ. ഇത് D1, ഇത് D2, ഇത് D3. ഇതിനകത്ത് D1 എന്താണ്? 5/2 - 2. നമ്മൾ LCM എടുക്കുമ്പോൾ ഇത് 2/1 ആണല്ലോ, അതുകൊണ്ട് LCM എടുക്കുമ്പോൾ × 2 ചെയ്യണം. സോ വി ഗെറ്റ് 5 - 4 divided by 2 which is equal to 1/2. ഇനി അടുത്ത് D2 എന്താണ്? 3 - 5/2 which is equal to 6 - 5 divided by 2 which is equal to 1/2. അടുത്ത D3 എന്താണ്? 7/2 - 3 which is equal to 7 - 6 divided by 2 equal to 1/2. നോക്കിക്കേ, ഇവിടെ തന്നേക്കുന്ന എല്ലാ ടേംസിൻ്റെ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് D1ഉം D2ഉം D3ഉം നമുക്ക് ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് is an AP. Okay, so this list is an AP. It is an AP with common difference എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? D equal to 1/2. സോ ഇനി അടുത്ത ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 7/2 plus 1/2 which is equal to 8/2 equal to 4. സോ നമ്മളുടെ 3 ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനകത്ത് ഒരു ടേം 4 ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടേം 4 + 1/2 ചെയ്താൽ പോരെ. 4 + 1/2 ചെയ്യുമ്പോൾ വി ഗെറ്റ് 9/2 അല്ലേ? നമ്മൾ LCM എടുത്തിട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 9/2. സോ അത് നമ്മളുടെ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ടേം. ആൻഡ് തേർഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ടേം 9/2 plus 1/2 which is equal to 10/2 which is 5. സോ നമ്മൾ 3 ടേംസ് കണ്ടുപിടിക്കാൻ ചെയ്തു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതൊരു AP ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 3 + √2, 3 + 2 √2 and 3 + 3 √2. ഇതിനകത്ത് നമുക്കിത് ആദ്യം AP ആണോ അല്ലയോ എന്ന് നോക്കാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് D1, ഇത് തമ്മിലുള്ള ഡിഫറൻസ് D2, ഇത് തമ്മിലുള്ള ഡിഫറൻസ് D3. ഇനി D1 എന്താണ്? 3 + √2 - 3. 3യും ഇവിടെ -3യും ഇത് രണ്ടും ക്യാൻസൽ ആയി പോലും. അതായത് 3 - 3 നമുക്ക് 0 അല്ലേ കിട്ടത്തുള്ളൂ. ക്യാൻസൽ തന്നെ 0. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും? √2 എന്ന് കിട്ടും. ഇനി D2 എന്ന് പറയുമ്പോൾ 3 + 2 √2 - 3 + √2. ഓക്കെ, ഈ മൈനസ് ബ്രാക്കറ്റിന് പുറത്തില്ല. നമ്മൾ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ ഇതെങ്ങനെയാകും? 3 + 2 √2 - 3 - √2. അപ്പം 3 - 3 0 ആയി. 2 √2 - √2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
ഈ √2ന്റെ റൂട്ടിന് മുമ്പിലത്തെ നമ്പർ ഏതാ? √2 എന്ന് പറയുമ്പോൾ അത് 1√2 എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഇതെങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും? 2 - 1 നമുക്ക് 1 കിട്ടത്തില്ലേ? അപ്പൊ ഇത് 1 രണ്ടിടത്ത് √2 തന്നെയാണ്. റൂട്ടിനകത്ത് സെയിം നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒക്കെ പറ്റുന്നത്. റൂട്ടിനകത്ത് സെയിം നമ്പർ അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഈ രണ്ട് ടേംസിനകത്ത് റൂട്ടിനകത്ത് എന്താ 2 തന്നെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കോഎഫിഷ്യൻസ് വെച്ച് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ? √2 തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ D1 √2 ആയിരുന്നു, നമുക്ക് D2 എന്ത് കിട്ടി? √2 എന്ന് കിട്ടി. D2 is also √2. ഇനി നമ്മൾ D3 കണ്ടുപിടിക്കാം. D3 എന്ന് പറയുമ്പോൾ 3 + 3√2 - 3 + 2√2 which is equal to, ഈ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ 3 + 3√2 - 3 - 2√2 which is none other than 3 - 3 0 ആകും. We get 3√2 - 2√2. അപ്പൊ രണ്ടിനകത്തും റൂട്ടിനകത്ത് 2 ആയതുകൊണ്ട് നമുക്ക് 3 - 2 ചെയ്യാൻ പറ്റും. സോ വി ഗെറ്റ് 1√2 which is again √2. സോ നമുക്ക് D1, D2, D3 എല്ലാം നമുക്ക് എന്ത് കിട്ടും? √2 തന്നെ കിട്ടും. സോ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് what can we conclude? We can conclude that yes, it's an AP with D equal to √2. ആൻഡ് ഇനി നമ്മൾ നെക്സ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കും. നമ്മുടെ ലാസ്റ്റ് ടേം എന്താ? 3 + 3√2 അല്ലേ? ഇതിന്റെ കൂടെ √2 ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത ടേം കിട്ടും. അതപ്പോൾ എന്താ? 3 + 2 √2 ഉള്ള ടേംസ്, ഇവിടെ കോഎഫിഷ്യന്റ് 1, ഇവിടെ കോഎഫിഷ്യന്റ് 3. അപ്പൊ ഇത് 4√2 ആയി. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടേം എന്താകും? 3 + 4√2. അതേപോലെ ഒരു റൂട്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 + 5√2. പിന്നെ ഒരു റൂട്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 + 6√2. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു APക്കകത്ത് അടുത്ത 3 ടേംസ്. സോ ദാറ്റ് വാസ് ഓൾസോ ഓക്കെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇത് ചെയ്യിപ്പിക്കാന്ന് ഓർത്തതാണ്. ഇവിടെ ഒരു തേനീച്ച കിടന്ന് കറങ്ങുന്നുണ്ട്, കുത്തുവാകും. എനിവേസ്, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതപ്പോ ഇതിന്റെ ഡിഫറൻസ് D1, ഇതിന്റെ D2, ഇതിന്റെ D3. ഇനി D1 എന്താണ്? A² - A. ഇതിനകത്ത് നമുക്ക് കോമൺ എന്തെടുക്കാൻ പറ്റും? ഇവിടെ പവർ 2, ഇവിടെ പവർ 1. നമ്മൾ ഈ എക്സ്പോണൻഷ്യൽ ഫോം കിടക്കുന്നതിനകത്ത് നമ്മൾ കോമൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് പവർ ഉള്ള ടേമിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നത്. അത് ആ ഒരു റൂള് നിങ്ങൾ ഓർക്കണം. ഇപ്പൊ ഇവിടെ സ്ക്വയറും ഇവിടെ 2ഉം ഇവിടെ 1ഉം. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് പവർ ഏതാ? 1 അല്ലേ? അത് നമ്മൾ A⁻1 പുറത്തെടുക്കും. അപ്പൊ ഇവിടെ ബാക്കി എന്ത് എടുക്കും? A - 1. ഇനി D2. വാട്ട് ഇസ് D2? A³ - A² which is equal to, ഇതിനകത്ത് നമ്മൾ ലോവസ്റ്റ് പവർ ആണ് പുറത്തോട്ട് എടുക്കുന്നത്. which means A² ഞാൻ പുറത്തെടുത്തു. ആൻഡ് ഇവിടെ ബാക്കി എന്താ എടുക്കുന്നത്? A - 1. കാരണം ഇവിടെ പവർ 1 അല്ലേ? A² × A എന്ന് പറയുമ്പോൾ A³ അല്ലേ? നമ്മുടെ ആ ഫോമിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇനി അടുത്ത D3. A⁴ - A³. ഇവിടെ ലോവസ്റ്റ് പവർ ഏതാ? A³ അല്ല. അപ്പൊ ഞാൻ A³ പുറത്തെടുത്തിട്ട് ഇവിടെ A - 1. നോക്കി, 3 D1, D2, D3നകത്തും A - 1 മൂന്നിനകത്തും കോമൺ ആണ്. പക്ഷെ ഒരെണ്ണത്തിന്റെ പവർ A⁻1, മറ്റേന്റെ A⁻2, ആൻഡ് തേർഡ് വൺ ഇസ് A⁻3 which is A³. സോ മൂന്നും ഡിഫറെന്റ് അല്ലേ? മൂന്നും സെയിം അല്ലല്ലോ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നോ, ഇറ്റ്സ് നോട്ട് ആൻ AP. ഇത് AP അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് ഇത് നിർത്താവുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ദ സൊല്യൂഷൻ ഓഫ് ദ 11th പാർട്ട്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ 12th പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ 12th പാർട്ട് ചെയ്യാനായിട്ട് ഇത് √2, √8, √18, √32 അങ്ങനെ ഒരു ഫോമുല കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിനെ വേറെ ഏതെങ്കിലും ഫോമാറ്റിൽ എഴുതാൻ പറ്റും. കാരണം ഇതിൻ്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അത് വലിയ മണ്ടത്തിലായിരിക്കും. അങ്ങനെ എന്തായാലും അവർ തരത്തില്ല. അല്ലാതെ എന്തെങ്കിലും ഒരു വേ ഉണ്ടായിരിക്കും ഇതൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പം ആദ്യത്തെ √2 അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി √8നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 8നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 × 2 എന്ന് എഴുതാൻ പറ്റുമല്ലോ. √4 ×
2 √8. അപ്പം ഈ റൂട്ടിനകത്ത് 4 കിടക്കുവാണെങ്കിൽ 4 ഒരു ഹോൾ സ്ക്വയർ അല്ലേ, എന്ന് വെച്ചാൽ 4നെ പുറത്ത് റൂട്ടിൻ്റെ പുറത്തോട്ട് എടുക്കുവാണെങ്കിൽ അത് 2 ആയിരിക്കും. ബിക്കോസ് 2 സ്ക്വയർ ഈക്വൽ ടു 4. അപ്പം √4 എന്താണ് 2. അപ്പം ഞാൻ ഈ 4നെ പുറത്തോട്ട് എടുക്കുവാണ്. 4നെ പുറത്തോട്ട് എടുക്കുമ്പം ഇതെന്തുവാകും 2√2 ആകും. അപ്പം √8നെ എനിക്ക് 2√2 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഈ ലിസ്റ്റിനെ ഒന്ന് മാറ്റി എഴുതാം. ഇത് √2, ഇത് 2√2. ഇനി √18 എങ്ങനെ എഴുതാൻ പറ്റും നോക്കാവേ. 18 എന്ന് പറയുമ്പം അത് 9 മൾട്ടിപ്ലൈഡ് ബൈ 2 അല്ലേ. സോ 9ഉം ഒരു ഹോൾ സ്ക്വയർ. അപ്പം 9നെ പുറത്തെടുക്കുമ്പോൾ എനിക്ക് ഇതിനെ 3√2 എന്ന് എഴുതാൻ പറ്റും. സോ √18 പകരം ഞാൻ എന്തെഴുതും 3√2 എന്ന് എഴുതും. അങ്ങനെ തന്നെ നോക്കുവാണെങ്കിൽ √32നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും. 32 എന്ന് പറയുമ്പം 16 മൾട്ടിപ്ലൈഡ് ബൈ 2 ആണ്. 16നെ പുറത്തെടുക്കുമ്പോൾ എനിക്ക് 4√2 എന്ന് എഴുതാൻ പറ്റും. സോ √32ന് പകരം ഞാൻ 4√2 എന്ന് എഴുതും. 4√2. അപ്പം നോക്കി ഇവിടെ ഒരു പാറ്റേൺ ഇല്ലേ, 1 2 3 4 അങ്ങനെ അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുമല്ലേ. 1√2 2√2 3√2 4√2. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഡി ഒക്കെ സെയിം ആണോ അല്ലേ, ഇത് AP ആണോ അല്ലേ എന്ന്. അപ്പം D1 D2 D3. ഇനി D1 എത്രയാണ് 2√2 minus 1√2 which is equal to 2 minus 1 1 തന്നെ. സോ we get it as 2. ഇനി D2 എന്താണ് 3√2 minus 2√2 which is equal to 3 minus 2 നമുക്ക് കിട്ടും വീണ്ടും √2. ഇനി D3 എന്താണ് 4√2 minus 3√2 which is equal to again 4 minus 3√2. സോ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടു D1ഉം D2ഉം D3ഉം എല്ലാം ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ AP with D equal to √2. ഇനി അടുത്ത 3 ടേംസ് എഴുതണം. അപ്പം നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 4√2ൻ്റെ കൂടെ നമ്മൾ √2 ആഡ് ചെയ്യുമ്പം നമുക്ക് 5√2 കിട്ടും. ഓക്കെ. സോ അങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പം നമുക്കിത് നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പം 5√2 6√2 7√2 ആണ്. പക്ഷെ അന്ന് നിങ്ങൾ നോക്കിക്കേ, നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ തന്ന ഫോം ഈ ഫോം ആണോ അല്ലല്ലോ. നമ്മളിത് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ഫോമിന് എഴുതിയതാണ്. അപ്പം പക്ഷെ നമ്മുടെ ആൻസർ, അതായത് ക്വസ്റ്റ്യനിൽ ഇവർ പറഞ്ഞേക്കുന്നത് ഇതിന്റെ ബാക്കി 3 ടേംസ് എഴുതാൻ. അപ്പം നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഇവർ ഈ എഴുതിയേക്കുന്ന അതേ ഫോർമാറ്റിൽ നമ്മൾ എഴുതണം. എന്ന് വെച്ചാൽ ഈ 5√2നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 5നെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് 25 ആവത്തില്ല. അപ്പം 25 × 2 which is equal to √50. 6√2നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 6നെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 36 × 2. കാരണം 6നെ അകത്തോട്ട് റൂട്ടിനകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 6ന്റെ സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 36 എഴുതുന്നത്. 36 × 2 എന്ന് പറയുമ്പോൾ 12 6 7 72. സോ അത് നമുക്ക് √72 എന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ 47നെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് 49 കിട്ടും. 49 × 2 എന്ന് പറയുമ്പോൾ 898. അപ്പം നമുക്ക് ഇതിനെ ഇവർ ഈ ക്വസ്റ്റ്യനിൽ തന്ന അതേ ഫോർമാറ്റ് കിട്ടി. അതുകൊണ്ട് നെക്സ്റ്റ് 2 ടേംസ് എന്ന് പറയുമ്പോൾ √50 √72 √98. അപ്പം അങ്ങനെ തന്നെ അവർ തന്ന അതേ ഫോമിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതണം. ഇനി നമുക്ക് പെട്ടെന്ന് 13th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 13th ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സ് √3 √6, അതിൻ്റെ ഡിഫറൻസ് D1, √6 √9 D2, ഇത് D3. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി D1 എഴുതാം. √6 minus √3. ഈ √6നെ എനിക്ക് 2 × 3 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഇവിടെ ഇത് √3 ആണ്. പക്ഷെ ഇതിനകത്ത് ഒന്നും ഹോൾ സ്ക്വയർ അല്ല. അപ്പോൾ ഒന്നിനെ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല, 2നെയും പുറത്തെടുക്കാൻ പറ്റില്ല, 3നെയും പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പം ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, ഇതിനെ അങ്ങനെ തന്നെ ഇടാനേ പറ്റത്തുള്ളൂ. ഇതിനെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി D2 എന്താണെന്ന് നോക്കാം. √9 minus √6. ഇതും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, √9നെ ചെയ്യാൻ പറ്റും.
റൂട്ട് ഓഫ് 9 എന്ന് പറയുമ്പോൾ 3 അല്ലേ, അപ്പം 3 മൈനസ് √6 ഇത്. അടുത്ത D3 എന്ന് പറയുമ്പം √12 ഡിവൈഡഡ് ബൈ √9 എന്ന് വെച്ചാൽ 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 can be written as 4 into 3 minus 3. അപ്പം ഇത് 2√3 minus 3 എന്നാവും. ഇതിനെ നമുക്ക് നോക്കാം, ഓരോന്നിൻ്റെ ഫോം കണ്ടോ, ഓരോന്നും ഓരോരോ ഡിഫറെൻറ്റ് ഫോമില. അപ്പോൾ ഇതിന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും D1ഉം D2ഉം D3ഉം അതും ഈക്വൽ അല്ല. സോ നമ്മളുടെ 13th വൺ ദാറ്റ്സ് ഓൾസോ നോട്ട് ആൻ AP. അതുകൊണ്ട് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി സോൾവ് ചെയ്യാം. ഇനി നമ്മൾക്ക് 14th വൺ ട്രൈ ചെയ്ത് നോക്കാം. 1 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ, 7 സ്ക്വയർ. ഇത് സ്ക്വയർ ഫോർമാറ്റിൽ കിടക്കുന്നതാണ്. നമുക്ക് കുറച്ചും കൂടെ കാൽക്കുലേഷൻ ഈസി ആക്കാനായിട്ട് നമുക്ക് ഈ സ്ക്വയർ മാറ്റിയിട്ട് എഴുതാം. 1, 9, 25, 49. ഇനി നമുക്ക് D1 കണ്ടുപിടിക്കാം. 9 minus 1, 8. D2 എന്താണ്? 25 minus 9 which is equal to 16. 8ഉം 16ഉം ഈക്വൽ ആണോ? അല്ല, ഇവിടെ തന്നെ അത് തെറ്റി. D1 is not equal to D2. അപ്പം ദിസ് ഇസ് ഓൾസോ നോട്ട് ആൻ AP. ഇതും നോട്ട് ആൻ AP ആയിരുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. 15th വൺ. 1 സ്ക്വയർ, 5 സ്ക്വയർ, 7 സ്ക്വയർ, 73. ഇത് നമുക്ക് സ്ക്വയർ മാറ്റിയിട്ട് എഴുതാം. 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25, 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 ആൻഡ് 73. ഇനി D1 നോക്കാം. 25 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 24. D2 നോക്കാം. 49 മൈനസ് 25 വിച്ച് ഈസ് അഗൈൻ 24. ഇനി D3 നോക്കാം. 73 മൈനസ് 49 which is again 24. 24 തന്നെ. അപ്പം ഇതിനകത്ത് 3 എണ്ണവും 3 ഡിഫറൻസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇസ് ആൻ AP. ഇറ്റ്സ് ആൻ AP with common difference D equal to 24. അപ്പോൾ അടുത്ത 3 ടേംസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 73യുടെ കൂടെ 24 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 97. അപ്പോൾ അടുത്ത ടേം 97. അതിൻ്റെ കൂടെ നമ്മൾ 24 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 11, 10, 12, 121. അതിൻ്റെ കൂടെ നമ്മൾ 24 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5, 4, 1, 145. സോ ഇതാണ് അതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന 3 ടേംസ്. ആൻഡ് ദിസ് ഇസ് ദ എൻഡ് ഓഫ് എക്സസൈസ് 5.1. ക്വസ്റ്റ്യൻ 4 നമ്മൾ ഇവിടെ കൊണ്ട് തീർക്കുകയാണ്.